السلام عليكم ورحمة الله وبركاته أيها الإخوان وأيتها الأخوات. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون، هدى وتفصيلا وتبيانا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في القسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിനെളുപ്പവഴിയുടെ പരമ്പരകളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അനർബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 3ാം സെമസ്റ്റർ 2ാം ഘട്ടത്തിലാണ് നാം ഉള്ളത്. ഇവിടെയാണ് നാം വായിച്ചുകൊണ്ടിരുന്നത് സഫ്ഹ റഖം ഏത് പേജാണ്? പേജ് നമ്പർ സഫ്ഹ റഖം 68 بعد المئة أو 168 പേജ് 168 അല്ലെങ്കിൽ الثامنة والستين بعد المئة 168ാം പേജ്. നമ്മള് ലാമൽ മുസഹലഖയെ കുറിച്ചാണ് പറഞ്ഞത്. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ومن أدعية الاستفهام من أدعية الاستفتاح من أدعية الاستفهام استفتاح. അദ്വയത്തിന്റെ ശേഷം അൽ ഇസ്തിഫ്താഹ് വരുമ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? അദ്ഇയത്തിൽ ഇസ്തിഫ്താഹ് ഈ കഴിഞ്ഞിട്ട് പിന്നെ ലാമിനാണ് കസ്ർ കൊടുക്കേണ്ടത്. കാരണം ആദ്യത്തെ ലാമ് സുക്കൂനുള്ളതാണ്, പിന്നെയുള്ളത് അലിഫ് എന്താണ്? ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ ലാമിനാണ് അടയാളം മാറ്റുന്നത്. മിൻ അദ്ഇയത്തിൽ ഇസ്തിഫ്താഹ് പ്രാരംഭ പ്രാർത്ഥനകളിൽ പെട്ടതാണ്. അപ്പോ ശാഫിഈ ഫിഖ്ഹിൽ പ്രാരംഭ പ്രാർത്ഥന പഠിച്ചിട്ടുള്ളവരൊക്കെ വജ്ഹത്തു വജ്ഹിയ എന്നാണ് പഠിച്ചിട്ടുണ്ടാവുക. അതല്ലാതെ ഒന്നും പ്രാരംഭ പ്രാർത്ഥനയായിട്ട് ചിലപ്പോൾ കേട്ട് തന്നെ ഉണ്ടാവും. കേൾക്കാതിരിക്കാനുള്ള കാരണം നമ്മൾ മദ്രസ പഠനത്തിന് ശേഷം പിന്നീട് പഠനം ആ രീതിയിൽ പഠിക്കാത്തതുകൊണ്ട്. പ്രാരംഭ പ്രാർത്ഥനകൾ വ്യത്യസ്ത പ്രാർത്ഥനകൾ ഉണ്ട്. അതുകൊണ്ടാണ് മിൻ അദ്ഇയതി പ്രാർത്ഥനകളിൽ പെട്ടതാണ്. ദുആഇന്റെ ബഹുവചനമാണെന്ത്? അദ്ഇയത്തുൻ. ദുആഉൻ അദ്ഇയത്തുൻ. ദുആഉൻ പ്രാർത്ഥന, അദ്ഇയത്തുൻ പ്രാർത്ഥനകൾ. മിൻ അദ്ഇയത്തിൽ ഇസ്തിഫ്താഹ്. അപ്പോൾ ഇസ്തിഫ്താഹ് എന്നപ്പോ എന്തായി? ഇസ്തിഗ്ഫാർ ഗ്രൂപ്പാണ്.
ഇസ്തഗ്ഫറ ഗ്രൂപ്പ് വന്നപ്പോൾ ഇസ്തിഗ്ഫാർ പോലെ ക്രിയതാതു. അപ്പൊ ഇസ്തിഫ്താഹ്, അതൊക്കെ നമ്മൾ കൂടുതൽ ക്രിയകൾ പഠിക്കുകയാണ് ആ ഗ്രൂപ്പിൽപ്പെട്ട. അപ്പൊ പ്രാരംഭ പ്രാർത്ഥനകളിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് اللهم نقني من الخطايا كما ينقى الثوب الابيض من الدنس اللهم اغسل خطاياي بالماء والثلج والبرد اللهم باعد. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ജാഹദ ഗ്രൂപ്പിലുള്ള ബാഅദ അകറ്റി, ബാഅദ അകറ്റി. ജാഹദയുടെ കൽപ്പന പോലെ ബാഇദ് നീ അകറ്റിയണമേ, കൽപ്പനക്രിയയാണ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ബാഇദ് നീ അകറ്റിയണമേ, ബാഅദ അകറ്റി. ഖുർആനുള്ള വാക്ക് തന്നെയാണ്, ഇവിടെ പറയുന്നത് ഹദീസാണ്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ. ഖതീഅത്തുൻ ജംഅ് ഖതായ, ഖതായ. ഖതീഅത്തുൻ ജംഅ് ഖതായ. ഖതീഅത്തിന്റെ ബഹുവചനമാണ് എന്ത്? ഖതായ. ഖതായ എന്ന് പറയുമ്പോൾ യാഉം അലിഫുമാണ് അവസാനത്തെ അക്ഷരം. യാ ഖതായ. പിന്നെ അവസാനത്തെ യാ എന്താണ്? ഖതായായ. അവസാനത്തെ യാ മുത്തകല്ലിമിന്റെ യാ ആണ്. ഖതീഅതി, ഖതീഅതി എന്റെ തെറ്റ്, ഖതായായ എന്റെ തെറ്റുകൾ. ഖതീഅതി എന്ന് പറഞ്ഞ അവസാനത്തെ ഈ മുത്തകല്ലിമിന്റെ സംസാരിക്കുന്ന ആളുടെ യായാണ് ഖതായായുടെ അവസാനമുള്ള, ഖതായായ ഇതിന്റെ അവസാനമുള്ള യാ. ബഹുവചനം ഖതായ, യാഉം അലിഫിലാണ് അവസാനം. കമാ ബഅദ്ത, അപ്പോ ബഅദയുടെ ബഅദ അവൻ അകറ്റി, ബഅദ്ത നീ അകറ്റി. ബഅദ്ത എന്ന് പറയുമ്പോൾ ദാലും കഴിഞ്ഞിട്ട് തായും ശ്രദ്ധ വരുന്നുണ്ട്. ഇദ്ഗാം മുതമാസിലെ മുതജാനിസൈൻ, അടുത്തടുത്തുള്ള അക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ചെയ്യുന്നതാണ്. മുതജാനിസൈൻ. കമാ ബഅദ്ത നീ അകറ്റിയതുപോലെ. ബൈനൽ മശ്രിഖ്, മശ്രിഖ് എന്താണ്? കിഴക്ക്. മഗ്രിബ് പടിഞ്ഞാറ്. പടിഞ്ഞാറ്. ആ, അപ്പൊ ഈ മശ്രിഖിനും മഗ്രിബിനും എന്തുണ്ട്? രണ്ട് അർത്ഥമുണ്ട്. മശ്രിഖ് എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം എന്നും അതേപോലെ ഉദയ സമയം എന്നും പറയാം. മഗ്രിബ് അസ്തമയ സ്ഥാനം എന്നും അസ്തമയ സമയം എന്നും പറയാം. അപ്പൊ മശ്രിഖ് ഇവിടെ എന്താണ്? ഉദയസ്ഥാനം. മഗ്രിബ് അസ്തമയ സ്ഥാനം. ഉദയസ്ഥാനത്തെയും അസ്തമയ സ്ഥാനത്തെയും അകറ്റിയതുപോലെ നീ എന്റെ തെറ്റുകൾ തമ്മിൽ അകറ്റി, എന്നെയും എന്റെ തെറ്റുകളെയും തമ്മിൽ അകറ്റിയണമേ. ബാഇദ് ബൈനി എനിക്കിടയിലും വബൈന ഖതായായ എന്റെ തെറ്റുകൾക്കിടയിലും നീ അകറ്റിയണമേ. അപ്പൊ എന്നിൽ നിന്നും എന്റെ തെറ്റുകളെ നീ അകറ്റിയണമേ, കിഴക്കിനെയും പടിഞ്ഞാറിനെയും അകറ്റിയതുപോലെ. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ദുആഉൽ ഇഫ്തിതാഹ് മാറ്റി മാറ്റി പറയണം. പല ദുആഉൽ ഇഫ്തിതാഹുകളുണ്ട്, ചെറുതുണ്ട് വലുതുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ വലുത് പറയുക, ഇമാമോടൊപ്പം നിസ്കരിക്കുമ്പോൾ ചെറുത് പറയുക. അതേപോലെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നമസ്കാരത്തിലും മാറ്റി മാറ്റി പറയുമ്പോൾ നമുക്ക് നമസ്കാരത്തെ കുറിച്ചുള്ള ചൈതന്യം ഉണ്ടാവും. പിന്നെ അല്ലാഹുമ്മ നഖ്നി, അപ്പോ നഖാ യുനഖി, നഖാ യുനഖി ശുദ്ധീകരിച്ചു. നഖാ യുനഖി എന്ന് പറയുമ്പോൾ എന്താ, ഏത് ഗ്രൂപ്പായി? നഖാ യുനഖി. അപ്പൊ നഖ എന്ന് പറയുമ്പോൾ ഹദായുടെ പോലുള്ള ഒരു യാ അവസാനം ഉണ്ടാകും. നഖ. അപ്പൊ നൂൻ ആദ്യം, പിന്നെ മധ്യത്തിൽ ശബ്ദമുള്ള അക്ഷരം, അവസാനം ദുർബലാക്ഷരം. സബ്ബഹ ഗ്രൂപ്പായി. നഖാ യുനഖി.
അപ്പൊ അതിന്റെ കൽപ്പന എങ്ങനെ വരും? നക്കി, അതാണ് നക്കി. അപ്പോ ഹദായിലെ അലിഫങ്ങ് പോകും, അവസാനത്തെ യാങ്ങ് പോകും. പിന്നെ നക്കി കഴിഞ്ഞിട്ട് യാ ഉൽ മുത്തകല്ലിമുണ്ട്, നൂനുൽ വിക്കായത്തുണ്ട്. ഇവിടെ ക്രിയയുടെ അവസാനത്തിൽ സർവനാമം ചേർന്ന് വന്നാൽ അല്ലെങ്കിൽ യാ ഉൽ മുത്തകല്ലിം ചേർന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം? സേഫ്റ്റി നൂന് വേണം. അപ്പൊ അങ്ങനെ നക്കി, നീ എന്നെ നീ ശുദ്ധീകരിക്കണമേ. നക്ക യുനക്കി. മിനൽ ഖതായ, അവിടെ ആദ്യം പറഞ്ഞിടത്ത് ഖതായായ എന്ന് പറഞ്ഞു, എന്റെ പാപങ്ങൾ. ഇവിടെ അൽ ഖതായ, പാപങ്ങൾ. മിനൽ ഖതായ, പാപങ്ങളിൽ നിന്ന്. ഇതാണ് ഖതായ എന്നതാണ് ഇതിന്റെ ബഹുവചനത്തിന്റെ യഥാർത്ഥ രൂപം. പറഞ്ഞ മിനൽ ഖതായ എന്ന് പറഞ്ഞ ഖതായ ആണ്. ഖതായ എന്നതാണ് ബഹുവചനത്തിന്റെ യഥാർത്ഥ രൂപം. ആദ്യം പറഞ്ഞത് യാ മുത്തകല്ലിം ചേർന്ന്. കമാ യുനക്ക, കമാ യുനക്ക എന്ന് പറയുമ്പോൾ എന്തായി? നക്ക യുനക്കി എന്നാണ് വന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ അപൂർണക്രിയായിരുന്നു. നക്ക പൂർണ്ണക്രിയ, യുനക്കി അപൂർണക്രിയ. സബ്ബഹ യുസബ്ബിഹു, നക്ക യുനക്കി. അപ്പൊ ഇവിടെ യുനക്ക എന്നെങ്ങനെ വന്നു? സബ്ബഹ യുസബ്ബിഹു എന്ന് കർമ്മണി പ്രയോഗമാക്കിയാൽ യുസബ്ബഹു, യുസബ്ബഹു സ്തോത്രം ചെയ്യപ്പെടുന്നു. യുനക്ക ശുദ്ധീകരിക്കപ്പെടുന്നു. കമാ യുനക്ക, കമാ യുനക്ക ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ. അസൗബുൽ അബിയവു, സൗബ് എന്താ? സൗബ്, സൗബിന് ഇവിടത്തെ അർത്ഥം വസ്ത്രം എന്നാണ്. സൗബ് വസ്ത്രം. ഗൾഫിൽ ചെന്നാല് സൗബ് എന്ന് പറഞ്ഞാല് എന്താണ്? കന്തൂര. കന്തൂറയ്ക്ക് പല ടൈപ്പ് കന്തൂറ ഉണ്ട്. ആ സൗബ് എന്ന് പറഞ്ഞ ഒരിനം സൗബാണ്. അതായത് കോളർ മുതൽ താഴെ, പിന്നെ എന്താ പറയാ, കഴുത്ത് മുതൽ എരിയാണി വരെ എത്തുന്ന ഒറ്റ നീള കുപ്പായത്തിന് അത് അതിൻ്റെതായ ഒരു സ്ലീവൊക്കെ ഉള്ള അതിനാണ് എന്ത് ചെയ്യുന്നത്? സൗബ് എന്ന് പറയുന്നത്. നമ്മളിട്ടിരിക്കുന്നത് സൗബ് എന്ന് പറയില്ല അവര്. ഞാൻ ഒരു ദിവസം അടുത്തിരുന്ന ആളോട് പറഞ്ഞു, എന്റെ സൗബ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ സൗബ് അല്ല, അത് കമ്മീസാണ്. ഷർട്ടിന് കമ്മീസ് എന്നാ പറയാ. അവരിടുന്ന ആ ടൈപ്പ് വസ്ത്രത്തിനാണ് അങ്ങനെ പറയും സൗബ്. ഇവിടെ സൗബ് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യം മാത്രമേ ഉള്ളൂ, വസ്ത്രം. കമാ യുനക്ക സൗബുൽ അബിയബു. അബിയബ് എന്താ? വെള്ള. വെള്ള. അതിന്റെ അത് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ? അബിയബ് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ? പുല്ലിംഗം. അതിനെ സ്ത്രീലിംഗം എങ്ങനെയാക്കാം? അപ്പൊ അത് ഖുറാനുണ്ട്, അല്ലേ? അബിയബു, അസൗബുൽ അബിയബു, വെള്ള വസ്ത്രം. യുനക്ക ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ. കമാ യുനക്ക സൗബുൽ അബിയബു മിന ധനസ്. ധനസ് അഴുക്ക്. നജസ് അല്ല, ധനസ് എന്ന് പറയുമ്പോൾ അഴുക്ക്. നജസ് എന്ന് പറഞ്ഞാൽ മാലിന്യം. എല്ലാ ധനസും നജസായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ എന്റെ ഷർട്ട് ഞാൻ തുടച്ചായിട്ടിടുമ്പോ എന്ത് പറ്റും? അതിന് ധനസ് ഉണ്ടാകും. നജസ് എന്ന ഇനത്തിൽപ്പെട്ട അഴുക്ക് പറ്റിയെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? നജസാവും. അതുവരെ നജസാവുന്നില്ല. അപ്പൊ അതാണ് ധനസ്, അഴുക്ക്. അഴുക്കിൽ നിന്ന് വെള്ള വസ്ത്രം ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ. അല്ലാഹുമ്മ ഗ്സിൽ ഖതായായ, ഗസല യഗ്സിലു, വഗ്സിലു wujuhakum, ഗസല എഴുതി പല പ്രാവശ്യം. അല്ലാഹുമ്മ ഗ്സിൽ ഖതായായ, എന്റെ പാപങ്ങളെ നീ കഴുകണമേ. അപ്പൊ നേരത്തെ പറഞ്ഞ ഖതായായ, എന്റെ പാപം. ബിൽ മായി, വെള്ളം കൊണ്ട്.
വസ്സൽജി ഇത് എന്താണ്? ഐസ്. ഐസ്. വൽബറദ്. തണുപ്പ്. സൽജി ആലിപ്പഴം കേട്ടോ. തണുപ്പ്. സൽജി. ആലിപ്പഴം. ബർദ് മഞ്ഞുവെള്ളം. ഓക്കെ. അപ്പൊ ആലിപ്പഴം കൊണ്ടും മഞ്ഞുവെള്ളം കൊണ്ടും സൽജി വൽ ബർദ്. നമ്മുടെ മയ്യിത്ത് നമസ്കാരത്തിൽ പറയാനുള്ള പ്രാർത്ഥനയല്ലേ? അതിൽ കാണാം. ഇവിടെ നമ്മളെ പാഠത്തിന്റെ കൺസെപ്റ്റിലുള്ളതെന്ന് പറയുന്നത് ബാഇദ്. അതിന്റെ മാളി എന്താണ്? മുളാരിയ ഇസ്തിഫ്താഹിന്റെ മാളി ഇസ്തഫ്തഹ. അപ്പൊ ഇസ്തഫ്തഹ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു. അതേപോലെ വേറെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട് അൽ ബഖറയിൽ. വിജയത്തിനെ തേടി, വിജയം പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഫതഹ് വിജയം, ഇസ്തഫ്തഹ വിജയം പ്രാർത്ഥിച്ചു, വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതേപോലെ ഫതഹ തുറന്നു, ഇസ്തഫ്തഹ പ്രാരംഭം കുറിച്ചു, പ്രാരംഭം കുറിച്ചു. അതേപോലെ സബ്ബഹ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ് ഏത്? അല്ലാഹുമ്മ നക്കിനി എന്ന് പറഞ്ഞതിന്. അപ്പോ അതിന്റെ മാളി മുളാരി യുനക്കിയുടെ മജ്ഹൂല് യുനക്ക. ഇവിടെ യുനക്ക. അപ്പോ നുക്കിയ മാളിയുടെ സുബ്യഹ പോലെ. അപ്പൊ അവിടെ യാ ഫത്തഹ് സ്വീകരിക്കും. നക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഹദായുടേതാണെങ്കിലും, അത് ഹദായുടെ അലിഫാണെങ്കിലും അതിനെ മജ്ഹൂലാക്കുമ്പോൾ യാ ആയിട്ടാണ് വരിക. ഹദ എന്നത് ഹുദിയ എന്നാണ്. ഖുർആനിലുണ്ടല്ലോ ഹദ എന്നുള്ളത് ഹുദിയ ആയിട്ടുണ്ട്. അപ്പൊ അതേപോലെ നക്ക നുക്കിയ. അപ്പൊ യാ വരുമ്പോൾ യാന് എന്ത് ചെയ്യും? ഫത്തഹ് കൊടുക്കാം. സാധാരണഗതിയിൽ മാലി വരുമ്പോഴത്തേക്ക് മാലി ഫത്തഹ ആണെങ്കിൽ യാ ആണെങ്കിൽ ഫത്തഹ് വരും, ലമ്മ വരികയില്ല. മാലി വരുമ്പോ അവസാനത്തെ അക്ഷരത്തില് ഫത്തഹായിരിക്കും ഉണ്ടാകും. അതേസമയം മുളാരി വരുന്നിടത്ത് ലമ്മ വരും. ലമ്മ വരുമ്പോഴത്തേക്ക് ലമ്മ കൊടുക്കാൻ പറ്റില്ല. യാ ഫത്തഹ ആണെങ്കിൽ ഫത്തഹ് സ്വീകരിക്കും. അത്താസ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? നൊക്കത്താസ. നൊക്കത്ത എന്ന് പറഞ്ഞാല് നൊക്കത്ത പോയിന്റ്. നൊക്കത്ത എന്ന് പറഞ്ഞാൽ ഡോട്ടാണ്. ഡോട്ടിന് ഇംഗ്ലീഷ് മറ്റൊരു വാക്കാണ് എന്ത് ഇംഗ്ലീഷ് പറയുന്നത്? പോയിന്റ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നതിൽ അറബിൽ എന്ത് പറയും? നൊക്കത്ത എന്ന് പറയും. നൊക്കത്താസ. അൻ ഖതാദത്ത. അൻ വന്നാൽ എന്ത് ചെയ്യണം? ജെറിയുണ്ടേ. അപ്പൊ ഖതാദത്തേക്ക് എന്തുകൊണ്ടാ ജെറി കഴിഞ്ഞ്? താഴെയുള്ള നാമങ്ങളെല്ലാം എന്താണ്? ഗൈർ മുൻസരിഫാണ്. അപ്പൊ ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖുൽതു ലി അനസിൻ, ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അകാനത്തിൽ മുസാഫഹത്തു ഫി അസ്ഹാബിൻ നബി, അകാനത്തിൽ മുസാഫഹത്തു. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് സാഫഹ, ജാഹദ പോലെ സാഫഹ.
നേരത്തെ പഠിച്ചായിരുന്നു മുസാഫഹ. എന്താ അർത്ഥം? അഭിവാദ്യം ചെയ്യാം. അഭിവാദ്യം ചെയ്തു. സാഫഹ കൈ കൊടുത്ത് അഭിവാദ്യം ചെയ്യുന്നു. അപ്പൊ ആ കാനത്ത് ആയിരുന്നുവോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നുവോ? ആ കാനത്തിൽ മുസാഫഹത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നുവോ? ഫി അസ്ഹാബിൻ നബി, നബിയുടെ അനുയായികളിൽ ഈ മുസാഫഹത്ത് ഉണ്ടായിരുന്നോ? അങ്ങനെ ചെയ്തിരുന്നോ? ഒരു പതിവായിരുന്നോ? ഖാല നഅം. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, നഅം, അല്ല. അതെ. ആ ഹംസയോട് ചോദിച്ചോണ്ടേ, പോസിറ്റീവായിട്ട് ചോദിച്ചോണ്ടാണ് നഅം എന്ന് മറുപടി. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. അൽ ആശിർ ഖാല തആല, അൽ ആശിർ എന്ന് പറഞ്ഞാൽ അൽ നുഖ്തത്തുൽ ആശിറ, 10ാമത്തെ പോയിന്റ്. ഖാല തആല, അത്യുന്നതനായ അവൻ പറഞ്ഞു എന്നാണ്. അത്യുന്നതനായവൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ടെക്നിക്കലി എന്താ അർത്ഥം? അള്ളാഹ് പറഞ്ഞു എന്നാണ്. അപ്പൊ അങ്ങനെ വരുന്നത് എന്തായിരിക്കും? യഥാർത്ഥത്തിൽ തുടക്കത്തിൽ, ഈ പോയിന്റുകളുടെ തുടക്കത്തിൽ എവിടെയെങ്കിലും അള്ളാഹ് സുബ്ഹാനഹു വ തആല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് പറയുന്നിടത്താണ് ഖാല തആല, ഉന്നതനായ അവൻ പറഞ്ഞു. അതേപോലെ നബിയോചനമാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം എവിടെയെങ്കിലും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് എന്ത് പറയും? വഖാല അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയും. അവർ പിന്നെ റസൂൽ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഖാല തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ. ഇന്നാ അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചു. അതിനെ, ആ ലൗഹൽ മഹ്ഫൂദിലുള്ളതായ ആ ഖുർആനിനെ നാം അവതരിപ്പിച്ചു. അപ്പോ തഫ്സീർ ജലാലയിൽ പറഞ്ഞിരിക്കുന്നത് അൻസൽനാഹു എന്ന് പറഞ്ഞാൽ യാനി ഹാദ, അൻസൽനാ ഹാദ, അതായത് ഇത് എന്റെ കയ്യിലിരിക്കുന്ന ഇതാണ്. പക്ഷെ അത് അള്ളാഹ് എന്തുകൊണ്ട് അതിന് ലമീർ ഇത് പറഞ്ഞു, ലമീർ ഗായിബ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അത് അത്യുന്നതിയിലായതുകൊണ്ടാണ്. അതിന്റെ കണ്ടന്റ് കൊണ്ടും അതിന്റെ സ്ഥാനം കൊണ്ടും അതിന്റെ ഉള്ളടക്കം കൊണ്ടും അതിന്റെ സ്ഥാനം കൊണ്ടും അത് ഉന്നതിയിലാണ്. ഇന്ന് നമ്മൾ പറഞ്ഞാൽ അത് അവഹേളിക്കാനോ അനാദരിക്കാനോ, ഇവിടെ ഒരാൾക്കും അവഹേളിക്കാനോ അനാദരിക്കാനോ പറ്റാത്തത്ര വിദൂരത്താണത്. അതേപോലെ അതിന്റെ ഉള്ളടക്കം മഹോന്നതമാണ്. അതുകൊണ്ടാണ് ഈ അന്നും ഇന്നും എന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അൻസൽനാഹു, അതിനെ നാം അവതരിപ്പിച്ചു. ഫീ ലൈലത്തിൻ, ഒരു രാത്രി, മുബാറകത്തിൻ, അനുഗ്രഹീതമായ. അപ്പൊ അതിന്റെ ഫേല് മാളി എന്താണ്? ബാറക. ബാറക യുബാരികു, മുബാരിക്കുൻ, മുബാറക്കുൻ. മുബാരിക്കുൻ അനുഗ്രഹം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ അതെ, അനുഗ്രഹം ചെയ്യുന്നവൻ. മുബാറക്കുൻ അനുഗ്രഹം ചെയ്യപ്പെട്ടത്. ലൈലത്തിൻ മുബാറകത്തിൻ, അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ. ഇന്നാ കുന്നാ മുൻദിരീൻ. മുൻദിരീന്റെ പേര് മാറി അൻദറ, മുന്നറിയിപ്പ് നൽകി. ഇന്നാ കുന്നാ മുൻദിരീൻ, നാം മുന്നറിയിപ്പ് നൽകുന്നവനായിരുന്നു. നാം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു എന്നർത്ഥം. ഇന്നാ കുന്നാ മുൻദിരീൻ, നാം മുന്നറിയിപ്പ് നൽകുന്നവനായിരുന്നു. ഇന്ന എന്ന് അള്ളാഹെ കുറിച്ച് പറയുമ്പോൾ നാം എന്ന അർത്ഥത്തിൽ ബഹുമാന സൂചകമായ ബഹുവചനമാണ്. പിന്നീട് അങ്ങനെ ഇന്ന എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ ഫെയിലുകളെല്ലാം ബഹുവചനമാക്കണം. ഓക്കെ, അടുത്തത് അസാമിൻ. മുന്തിറൂൺ എന്താ പറയാഞ്ഞത്? എന്താ പറയാഞ്ഞത്? മുൻജിറൂൻ എന്തുകൊണ്ടാ പറയാഞ്ഞത്? കാനിന്റെ ഖബറാണ്. മാഷാ അല്ലാഹ്, ഓർമ്മയുണ്ട്. അപ്പൊ കാനയുടെ ഇസ്മ എവിടെ?
പിന്നെ കുന്ന കുന്നയിലുള്ള കുന്നയിലുള്ള നഹനുമാണ് കാനയുടെ ഈ നഹ്നു. ഓക്കെ ഡോക്ടർ. ഓക്കെ. അപ്പം ഖബർ ആയതുകൊണ്ട് എന്ത് ചെയ്തു, അതിന് കാനയുടെ നസ്ബ് ചെയ്തു. ഖബറിനെ നസ്ബ് ചെയ്യണം. അസ്സാമി ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അപ്പൊ അവിടെയാണ് ലാമുൽ മുസഹ്ലഖ പറഞ്ഞത്, അകറ്റപ്പെട്ട ലാമ്. അവിടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അന്നഹലിലെ സൂക്തമാണിത്. അന്നഹല് 18 സൂറത്ത് നഹല് 18 സൂക്തമാണ്. ഹാദിഹി ലാമുൽ ഇബ്തിദാ. യഥാർത്ഥത്തിൽ എന്താണ് ലാമുൽ ഇബ്തിദാ? ലാമുൽ ഇബ്തിദാ യഥാർത്ഥത്തിൽ എന്താണിത്? ഇത് ഇൻട്രൊഡക്ടറി ലാമാണ്, ഓർ ബിഗിനിങ് ലാം. സെന്റൻസിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ലാം. നാമവാക്യത്തിന്റെ തുടക്കത്തിലാണ് ഈ ലാം ഉപയോഗിക്കുന്നത്. ലാമുൽ ഇബ്തിദാ. ദഖലത് അല ഖബരി ഇന്ന. അതെന്ത് ചെയ്തു? ഇന്നൽ മക്സൂറത്തി. ഇന്നൽ മക്സൂറത്ത് എന്ന് പറയാൻ കാര്യം എന്താ? ഗ്രാമർ പറയുന്നിടത്ത് ഇന്നൽ മക്സൂറത്ത്, അന്നൽ മഫ്തൂഹത്ത് എന്നൊക്കെയാണ് പറയുക. കാരണം ഈ ഇന്നയും അന്നയും എഴുതുമ്പോ പണ്ട് എഴുതുന്ന കാലത്ത് ഹംസിന്റെ അടയാളം ഹംസിന്റെ എഴുത്ത് ഉണ്ടാവില്ല, അലിഫ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അലിഫിന്റെ മുകളിൽ ഹംസിലുണ്ടെങ്കിൽ അന്നയാണെന്ന് നമുക്കറിയാം, അലിഫിന്റെ താഴെ ഹംസിലുണ്ടെങ്കിൽ ഇന്നയാണെന്ന് പറയും. അപ്പൊ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, അലിഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഭാഷ പുരോഗമിച്ചു വന്നപ്പോഴാണ് അനറബികൾക്ക് സൗകര്യത്തിന് അടയാളങ്ങൾ ഇടാൻ തുടങ്ങിയത്. ആ 10 ലസ് ഇടാൻ തുടങ്ങിയത് കുഴപ്പമാണ് ഈ ഹംസ് അലിഫിന്റെ മുകളിലും താഴെയൊക്കെ ഹംസ് ഇടാൻ തുടങ്ങി. അപ്പൊ അതുവരെ എന്ത് പറഞ്ഞിരുന്നു? അലിഫും നൂന് ഇട്ടിട്ട് പറയും അൽ മക്സൂറത്തും അൽ മഫ്തൂഹത്തും എന്ന് പറയും. അപ്പോ എന്ത് ചെയ്യണം? അന്നൽ മഫ്തൂഹത്തു, അന്ന. ഇന്നൽ മക്സൂറത്തു, ഇന്ന. മനസ്സിലായോ പറഞ്ഞത്? അന്നയ്ക്ക് ഹംസിന് ഫതഹാണ്, അപ്പൊ എന്ത് പറയും? അന്നൽ മഫ്തൂഹത്ത് എന്ന് പറയും. ഇന്നയുടെ ഹംസിന് അലിഫിന് കസ്റാണ്, അപ്പൊ എന്ത് ചെയ്യും? ഇന്നൽ മൻസൂറത്ത് എന്ന് പറയും, കസ്റാക്കപ്പെട്ട ഇന്ന. നമ്മൾ യഥാർത്ഥത്തിൽ വായിക്കുമ്പോ കസ്റാക്കപ്പെട്ട ഇന്നാണ് പറഞ്ഞതിന്റെ അർത്ഥമൊന്നുമില്ല, പക്ഷെ അങ്ങനെയാണ് ഗ്രാമർ ഉപയോഗിക്കുന്നത്. ഇനി ഒരാള് ഹംസ് എഴുതാതെ എഴുതിയാലും ഇങ്ങനെ തന്നെ വായിക്കാൻ പറ്റും. മക്സൂറത്തും മഫ്തൂഹത്തും എഴുതിയിട്ടുള്ളത്. ഇന്നൽ മക്സൂറത്ത് ഗ്രാമർ പറയുന്നിടത്ത് മാത്രമേ ഇത് പറയുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഇന്നയാണോ അന്നയാണോ എന്നുള്ളത് സെന്റൻസിൽ മനസ്സിലാക്കാൻ പറ്റും. ഇന്നൽ മക്സൂറത്തി അല ഖബരി ഇന്ന അൽ മക്സൂറത്തി. അപ്പൊ മക്സൂറത്തിന് എന്തുകൊണ്ട് കസ്ർ വന്നു? മക്സൂറത്തിന്റെ അവസാനത്ത് എന്തുകൊണ്ട് ജറ് വന്നു? അൽ ചേർത്തതല്ല. അല്ല വന്നപ്പോഴ് ഈ ഗ്രാമർ പറയുന്ന സമയത്ത് ഈ പറയുന്ന പദങ്ങൾ എന്ത് ചെയ്യും? ആ സെന്റൻസിന്റെ ഒരു സ്ഥാനത്തായിരിക്കും ഉണ്ടാവുക. സെന്റൻസിന്റെ ഘടന അനുസരിച്ച് ഏത് സ്ഥാനത്താണോ ഉള്ളത് ആ സ്ഥാനത്തായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഹാദിഹി ലാമുൽ ഇബ്തിദാഇ. ഇതെന്താണ്? ലാമുൽ ഇബ്തിദാഇ, പ്രാരംഭത്തിന്റെ ലാമാണ്. അപ്പൊ ലാമിന് എന്ത് ചെയ്തു? ഇബ്തിദായിലേക്ക് ഇളാഫത്ത് ചെയ്തു. അപ്പൊ ഇബ്തിദായിന് കസ്റു, ലാമുൽ ഇബ്തിദാഇ. പിന്നെ ദഖലത്ത്, ആ ലാമ് പ്രവേശിച്ചിരിക്കുന്നു. അലാ ഖബരി ഇന്ന, അലാ ഖബരി, ഖബറിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോ അല വന്നതുകൊണ്ട് ഖബറിന് കസ് കൊടുത്തു. ഖബരി ഇന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നയുടെ ഖബർ എന്നാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഖബറിനെ ഇന്നയിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുക അല്ലേ? അപ്പൊ ഇന്ന എന്ത് സ്ഥാനത്താ ഉള്ളത്? എന്ത് അടയാളത്തിന്റെ സ്ഥാനത്താ ഉള്ളത്?
പിന്നെ ഇലാഫത്ത് ചെയ്തുകൊണ്ട് ജർ ചെയ്യപ്പെട്ടു അല്ലേ? കസ്ർ ചെയ്യപ്പെട്ടു, ജറിന്റെ സ്ഥാനത്താണുള്ളത്. അപ്പൊ ഖബരി ഇന്ന, പിന്നെ ഇന്നയുടെ ബദലാണ് എന്ത്? അൽ മക്സൂറത്ത്. അല്ല, ഇന്നയുടെ വിശേഷണമാണ് അൽ മക്സൂറത്ത്. എങ്ങനെയുള്ളതാ ഇന്നയാണ്? കസ്ർ ചെയ്യപ്പെട്ടതാ. അപ്പൊ ഇന്നയുടെ വിശേഷണമായ മക്സൂറത്ത് വന്നുകൊണ്ട് എന്ത് ചെയ്തു? മക്സൂറത്തിന് ഇന്നയുടെ അടയാളം കൊടുക്കണം. ഇന്നയ്ക്കുള്ളത് ജറാണ്. അങ്ങനെയാണ് ഇന്നയ്ക്ക് മക്സൂറത്തിന് കസ്ർ. തുസമ്മ അറിയപ്പെടും. ഏതറിയപ്പെടും? നമ്മുടെ സബ്ജക്റ്റ് ലാമാണ്. ഈ ലാമ് ആദിഹി ലാമുൽ ഇബ്തിദാ എന്ന് പറഞ്ഞ ലാമാണ്. ആ പറയുന്നത് ല ഗഫൂറിൻ എന്ന ലാമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ലാമ് പ്രാരംഭത്തിന്റെ ലാമാണ്. ദഖലത്ത് അല ഖബരി ഇന്ന, അതെന്ത് ചെയ്തിരിക്കുന്നു? ഇന്നയുടെ ഖബറിൽ പ്രവേശിച്ചു. യഥാർത്ഥത്തിൽ എന്താ വരേണ്ടത്? ലല്ലാഹു ഗഫൂറുൻ എന്നതാണ് ആ വാക്യം. ലല്ലാഹു ഗഫൂറുൻ, അള്ളാഹ് എന്താണ്? തീർച്ചയായും അള്ളാഹ് ഗഫൂറാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. അപ്പൊ എന്താണ്? ലാം എവിടെ വന്നു? ലാമുൽ ഇബ്തിദാഅ്. ല അള്ളാഹു, തീർച്ചയായും അള്ളാഹു. അപ്പൊ ലാമും അള്ളാഹും കൂടെ ചേർത്ത് എഴുതണം. ലല്ലാഹു ഗഫൂറുൻ, തീർച്ചയായും അള്ളാഹ് പുറത്തുനിന്നവനാണ്. അവിടെ എന്ത് ചെയ്യണം? അവിടെ ഇന്ന വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? ആ ലാമിന് എന്ത് ചെയ്തത്? ലല്ലാഹ എന്ന് പറഞ്ഞിടത്ത് ലാമിൻ അള്ളാഹ് ജലാലത്തിന്റെ കൂടെയുള്ള ലാമിനെ അങ്ങോട്ട് മാറ്റിയത്. ഇന്ന വന്നപ്പോൾ അള്ളാഹ് എന്ന നാമം ഇന്നയുടെ മുബത്തദയും ഗഫൂറുൻ ഖബറുമായി മാറും. ഇന്നയുടെ ഇസ്മ ലഫ്ലുൽ ജലാലത്തിന്റെ ഇസ്മും ഗഫൂറുൻ ഇന്നയുടെ ഖബറുമായി മാറും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടത്ത് കിടക്കുന്ന പ്രാരംഭത്തിന്റെ ലാമ് എന്ത് ചെയ്യണം? ഖബറിന്റെ കൂടെ കൊണ്ടുവയ്ക്കണം. കാരണം ഡബിൾ താക്കീത് ഒരുമിച്ച് പറ്റില്ല. ഡബിൾ താക്കീത് വരുന്ന ലാംഗ്വേജ് ആയതുകൊണ്ടാണ് അറബി ഭാഷയുടെ ഒരു സവിശേഷതയാണ്. ഡബിൾ സ്ട്രെസ്സിങ്, ഡബിൾ എംഫസൈസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി അറബി ഭാഷ തന്നെ തിരഞ്ഞെടുത്തു എന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന്. അത്രയും പവർഫുൾ ലാംഗ്വേജ് ആണ്. അപ്പൊ അള്ളാഹ് പുറത്തു കൊടുക്കുന്നവൻ തന്നെയാണ്, തീർച്ചയായും അള്ളാഹ് പുറത്തു കൊടുക്കുന്നവൻ തന്നെയാണ്. അത് 2 പ്രാവശ്യം എംഫസൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ 2 എംഫസൈസ് വരുന്ന സന്ദർഭത്തിൽ ഒരു എംഫസൈസിനെ ഫ്രണ്ടിലും ഒന്നിനെ ഖബറിന്റെ കൂടെ ഉണ്ടാക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ നാമവാക്യം അള്ളാഹു ഗഫൂറുൻ ഇതാണ് നാമവാക്യം. അതിന് തഅക്കീദില്ല, അല്ലെങ്കിൽ എംഫസൈസിങ് ഇല്ല. അതിനെ എംഫസൈസ് ചെയ്യുന്നതാണ് ലല്ലാഹു ഗഫൂറുൻ. ആദ്യം ലാ കൊടുത്തു, തഅക്കീദിന്റെ ലാ. ലല്ലാഹു ഗഫൂറുൻ, അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനാണ്, തീർച്ചയായും അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനാണ്. പിന്നെ എംഫസൈസ് ഡബിളായി ഇന്ന വന്നു. ഇന്ന വന്നപ്പോൾ ലഫ്ലുൽ ജലാലത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന, അഥവാ മുബത്തദയുടെ കൂടെ ഉണ്ടായിരുന്ന ലാ എന്ത് ചെയ്യണം? ഖബറിന്റെ കൂടെ വയ്ക്കണം. ഓക്കെ. അപ്പോ നമ്മൾ അർത്ഥം പറയുമ്പോഴേ ഈ സംഗതി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അർത്ഥം പറയുന്നിടത്ത് പിഴയ്ക്കും. അത് വെറുതെ അഫ്ദൽ പാസ്സായിട്ട് എന്ത് ചെയ്യും? ചില ആൾക്കാർ ഖുർആന്റെ അർത്ഥം പറയും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊന്നും അന്ന് ഗ്രാമർ പഠിക്കുന്നവരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അഫ്ദൽ ഈ ഗ്രാമറൊക്കെ പഠിക്കും യഥാർത്ഥത്തിൽ. പക്ഷെ ഇതൊക്കെ പഠനകാലത്ത് പരീക്ഷയ്ക്ക് വേണ്ടി എഴുതി തീർക്കുന്നതല്ലാതെ പിന്നീട് അത് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോ എംഫസൈസിങ് എവിടെയാണുള്ളത്? ഡബിൾ എംഫസൈസിങ് മുബത്തദയിലാണുള്ളത്. അല്ലെങ്കിൽ തീർച്ചയായും അള്ളാഹ് തന്നെയാണ് എന്നതാണ്. അപ്പോ ലഫ്ലുൽ ജലാലത്തിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ് 2 താക്കീതും ഉള്ളത്. പിന്നെ ഇന്നയുടെ കൂടെ അതേ അർത്ഥത്തിലുള്ള വേറൊരു ഹർഫ് അവിടെ ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ ഉള്ള ഹർഫിനെ എന്ത് ചെയ്തു? ഖബറിൽ കൊണ്ടുവച്ചതേ ഉള്ളൂ. ഓക്കെ. അപ്പോ
ഹാദിഹി ലാമുൽ ഇബ്തിദാ, യഥാർത്ഥത്തിൽ ഇതെന്താണ്? പ്രാരംഭത്തിന്റെ ലാമാണ്. ദഖലത്ത് അല ഖബരി ഇന്ന, അത് ഇന്നൽ മക്സൂറ, അത് ഇന്നയുടെ നമ്മൾ അർത്ഥം പറയുമ്പോഴത്തേക്ക് ഈ ഇന്നൽ മക്സൂറ എന്ന് പറയുമ്പോൾ കിസ്റാക്കപ്പെട്ട ഇന്ന എന്ന് പറയണമെന്നില്ല. മലയാളത്തിൽ പറയുമ്പോൾ ഇന്ന പറഞ്ഞാൽ മതി. ഇന്നയുടെ ഖബറിനോടൊപ്പം ചേർത്തു അല്ലെങ്കിൽ പ്രവേശിച്ചു. ദഖലത്ത് അല ഖബരി ഇന്ന. വ തുസമ്മ, അപ്പോൾ തുസമ്മ എന്ന് പറഞ്ഞാൽ അത് പറയപ്പെടുന്നു. അതെന്ന് പറഞ്ഞാൽ ലാമാണ്. ആ ലാമ് ആയതുകൊണ്ട് ലാം എന്ന് പറയുന്നത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഹർഫിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ലഫ്ലിനെ കുറിച്ച് കലിമത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? സ്ത്രീലിംഗ രൂപത്തിലായിരിക്കും ഉപയോഗിക്കുക. വതുസമ്മ, അത് അറിയപ്പെടും. ഹീന ഇതിൻ, അന്നേരം. ഇതൻ എന്ന് പറഞ്ഞതുപോലെയാണ്. ഹീന ഇതിൻ, ആ സന്ദർഭത്തിൽ. ഹീന ഇതിൻ, ആ സന്ദർഭത്തിൽ. അല്ലാമുൽ മുസഹലഖത്തു, സ്ഥാനഭ്രംശം സംഭവിച്ച ലാമ് എന്ന് പറയപ്പെടും. ലാമുൽ മുസഹലഖ എന്നാണ് അതിന്റെ പേര്. വഹാഅ അംസിലത്തൽ ലാമിൽ മുസഹലഖി. ഹാഅ, ദാ ഹാഅ, ഇതാ. ഹാഅ, ഹാഅ ഖുർആനിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഹാഉം يقول هاؤم اقرؤوا كتابي واما من اوتي كتابه بيمينه. വലത് കയ്യിൽ സർട്ടിഫിക്കറ്റ് ഗ്രന്ഥം കിട്ടിയ ആള്, കിതാബ് വലത് കയ്യിൽ കിട്ടിയ ആള് പറയും ഹാഉം ഇഖ്റഉ കിതാബിയ, വരൂ ഇതാ എന്റെ കിതാബ് വായിച്ചു നോക്കൂ. അപ്പൊ ഹായുടെ ബഹുവചനമാണ് ഹാഉം. ബഹുവചനം എന്ന് പറഞ്ഞാൽ ഹാ ആരോട് പറയുന്നു? അപ്പൊ ഹാഉം, നിങ്ങളിതാ കണ്ടോളി. ഹാ എന്ന് ദാലിക്കും എന്ന് പറയുന്നതിന് പകരം ദാലിക്ക എന്ന് പറയുന്ന രീതിയിൽ ഹാ ഇതാ. അംസിലത്തൻ, ഉദാഹരണങ്ങൾ. ലില്ലാമിൽ മുസഹലഖത്തി, ലാമുൽ മുസഹലഖത്തിന്റെ ഉദാഹരണങ്ങൾ ഇതാ. അപ്പൊ ഹാ എന്ന് പറഞ്ഞ എന്താണ്? അത് ഫേല് ജാമിദാണ്, ഉറച്ച ഫേൽ എന്ന് പറയും. അതുകൊണ്ടാണ് അതിന് മഫ്ഊൽ ബിഹി ആയിട്ട് അംസിലത്തൻ, ഇതാ നോക്കൂ, ഇതാ കണ്ടോളൂ. എന്തിനെ കണ്ടോളൂ? അംസിലത്തൻ. അംസിലത്തിന്റെ ഏകവചനം എന്താണ്? മിസാൽ. മിസാല്, ഉദാഹരണം. അംസിലത്ത്, ഉദാഹരണങ്ങൾ ഇതാ കണ്ടോളൂ. ലാമിൽ മുസഹലഖയുടെ ഉദാഹരണങ്ങൾ ഇതാ കണ്ടോളൂ. ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന ഇലാഹക്കും ലവാഹിദുൻ. അപ്പൊ എവിടെയാണ് തഅക്കീദ് ഉള്ളത്? ഇലാഹിലാണ് തഅക്കീദ്. അല്ല, യഥാർത്ഥത്തിൽ എംഫസൈസ് ചെയ്യുന്നത് ഏതിലാണ്? ഇലാഹിനെ. തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹ് തന്നെയാണ്. ഡബിൾ എംഫസൈസ് ഉണ്ട്. ഇലാഹക്കും ലവാഹിദുൻ. നമ്മൾ തൗഹീദൊക്കെ പറയുമ്പോഴേ ഖുർആൻ എത്ര മനോഹരമായിട്ട് എത്ര കൃത്യമായി എന്താ പറയാ സംശയലേശമന്യേ വ്യക്തമാക്കിയിരിക്കുന്ന ഐഡിയകളാണ്. ഖുർആൻ പറയുന്ന ഐഡിയകൾ, ആശയങ്ങളെല്ലാം എന്താണ്? സുവ്യക്തമായി, ക്രിസ്റ്റൽ ക്ലിയറായി, ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഏകത്വം ഖുർആന്റെ പ്രധാന ഐഡിയ ആണല്ലോ. ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് തൗഹീദ് എന്ന് പറയുന്നത്. തൗഹീദ് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഇന്ന ഇലാഹക്കും ലവാഹിദുൻ. അപ്പോ അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡബിൾ എംഫസൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ല ഇലാഹുക്കും വാഹിദുൻ എന്നതിലാണ് തുടക്കം. ല ഇലാഹുക്കും വാഹിദുൻ, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ഏകനാണ്. അതിന്റെ കൂടെ എന്ത് ചെയ്തു? ഇന്ന ചേർത്തു. അപ്പൊ എന്ത് ചെയ്തു? ഇന്ന ഇലാഹക്കും ലവാഹിദിൻ. അപ്പോ ഇലാഹിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല, എന്ത് ചെയ്തു? വാഹിദിന്റെ കൂടെ ചേർത്തു. ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്. ഇലാഹിന്റെ ബഹുവചനം എന്താണ്? ഇലാഹിന്റെ ബഹുവചനം
ആലിഹത്ത് ആലിഹത്ത് അജാലൽ ആലിഹത ഇലാഹം വാഹിദൻ. രണ്ട് വിലായത്തിന് വന്നിട്ടുണ്ട്. ശരി. വഇന്ന ഔഹനൽ ബുയൂതി, വഇന്ന ഔഹനൽ ബുയൂതി. ഔഹൻ, ഔഹൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബലം. ദുർബലമായത്, വീക്കസ്റ്റ്. അപ്പൊ ഇതിന്റെ സൂപ്പർലേറ്റീവ് അല്ലാത്ത നോർമൽ യൂസേജ് ഖുറാനിലുണ്ട്. വഹ്നൻ അലാ വഹ്നിൻ. വഹ്നൻ അലാ വഹ്നിൻ, വഹ്നുൻ ദൗർബല്യം, ഔഹൻ ഏറ്റവും ദുർബലമായത്. പിന്നെ ഔഹനൽ ബുയൂത്തി, ബുയൂത്തിന്റെ ഏകവചനം ബൈത്ത് ബൈത്ത്. ബൈത്തിന് രണ്ടർത്ഥമുണ്ട്. താമസം അയാളൊരു ബൈത്ത് ചൊല്ലി എന്ന് പറയും, കേട്ടില്ലേ? ഒരു ബൈത്ത് ചൊല്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈരടി, പദ്യത്തിന്റെ ഭാഗം, പദ്യത്തിന്റെ ഭാഗം, അതിന് ഈരടി എന്ന് പറയുന്ന അർത്ഥത്തില് ബൈത്ത് എന്ന് പറയും. അതിന്റെ ബഹുവചനം ബുയൂത്തല്ല, അബിയാത്താണ് കേട്ടോ. അപ്പോ വീട്ടിന്റെ ബഹുവചനമാണ് ബുയൂത്ത്. പിന്നെ ഔഹനൽ ബുയൂത്തി, വീടുകളിൽ ഏറ്റവും ദുർബലമായതാണ് ലബൈത്തുൽ അൻകബൂത്ത്, പൈത എട്ടുകാലിയുടെ എട്ടുകാലിയുടെ വീട്. അപ്പോ ഔഹനൽ ബുയൂത്തി ബൈത്തിന്റെ, അപ്പൊ എന്ത് ചെയ്തു? ഔഹന് ഏറ്റവും ദൗർബല്യമായത് തന്നെയാണ് എന്നാണ് യഥാർത്ഥത്തില് ഇല്ല ചേർത്തിട്ടാണുള്ളത്. ഔഹനുൽ ബൈത്തി അല്ല ഔഹനുൽ ബുയൂത്തി ബൈത്തുൽ അൻകബൂത്ത്, ഔഹനുൽ ബുയൂത്തി ബൈത്തുൽ അൻകബൂത്ത്, ഔഹനുൽ ബുയൂത്തി ബൈത്തുൽ അൻകബൂത്ത് എന്നാണ് നാമവാക്യം. എന്നിട്ട് എന്ത് ചെയ്തു? അതിന് ഇന്ന വന്നപ്പോഴാണ് ഔഹനു എന്നുള്ളത് എന്തായി? ഇന്ന ഔഹന ബൈത്ത്. അപ്പൊ അത് എന്ത് ചെയ്തു? ഖബറിന്റെ കൊടുത്ത. ഓക്കെ, രണ്ട് സ്ഥലത്തും ബുയൂത്തിനും അൻകബൂത്തിനും കസ്റ വരാൻ കാരണം ഇളാഫത്ത് കാരണമായി. അസാലിസ് അൽ മിസാലു അസാലിസ്, ഇന്ന അൻകർ അസ്വാതി, ഇന്ന അൻകർ, അൻകർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായത്, ഏറ്റവും വെറുക്കപ്പെട്ടത്. ആ നക്റുൻ, നക്റുൻ, നക്റുൻ വെറുപ്പ്. അൻകർ ഏറ്റവും വെറുപ്പുള്ളത്. അസ്വാതി, അസ്വാത്തിന്റെ ഏകവചനം സൗത്ത്. സൗത്ത്. സൗത്തിന്റെ അവസാനത്തെ താ എങ്ങനെയുള്ള തായാണ്? ഓപ്പൺ തായാണ്, ഓപ്പൺ തായ. ഇതേ താഴെ തന്നെയാണ് ഏകവചനത്തിനും ബഹുവചനത്തിനും ഒരേ താഴെ തന്നെയാണ്, കെട്ടുള്ള തായല്ല. സൗത്ത് അല്ല, ഇവിടെ ഉണ്ട്. ഇല്ല സൗത്തുല്ല ഹമീർ. ഹമീർ ആരാണ്? കഴുത, ഹിമാർ. ഓക്കെ, അടുത്തത്
ഇന്നഹു ലഖുർആൻ കരീം. ഇനി നമ്മൾ ഒരുപാട് ഇതൊന്നും നമ്മൾ വിശദീകരിക്കാൻ കാര്യമില്ല, ഒറ്റ പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ ആയില്ലേ? ഇന്നഹു ലഖുർആൻ കരീം, തീർച്ചയായും അത് ആദരണീയമായ ഖുർആൻ തന്നെയാണ്. ഖുർആൻ കരീം ഇവിടെ പാരായണമല്ല കേട്ടോ, ഖുർആൻ എന്ന ഗ്രന്ഥമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത. എന്താണ്? അവലിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയതാണ്. അവലിന്റെ അവലിൽ ഉണ്ടാകേണ്ട ലായായിരുന്നു. ഇന്നഹു ഖുർആൻ കരീമില് അതെങ്ങനെ? ഇന്നഹു ഖുർആൻ കരീം എന്ന് പറഞ്ഞാൽ ല ഖുർആനുൻ ലഹുവ ഖുർആനുൻ കരീം. ലഹുവ അത് നമ്മൾ പറയാൻ പറ്റുമോ? ചോദിച്ചു നന്നായി കേട്ടോ. കാരണം അവിടെ ഇന്ന വരുമ്പോഴത്തേക്കാണ് ഹുവയുടെ കൂടെ ഇന്ന വരുമ്പോഴാണ് എന്ത് ചെയ്തത്? ഇന്ന ഹു ആക്കുന്നത്. ഇപ്പൊ ലായുടെ കൂടെ വരുമ്പോഴത്തേക്ക് എന്താവും? ലഹു എന്ന് പറയാൻ പറ്റും. അപ്പൊ ലഹു എന്ന് പറയുമ്പോഴത്തേക്ക് ലാമ് കെസറുള്ള ലാമായി പോകും. ഇവിടെ കെസറുള്ള ലാമല്ല, ഇത് ഒറിജിനൽ ഫത്തഹുള്ള ലാമാണ്. അപ്പൊ ലഹുവ എന്ന് ഖുർആനിലുണ്ട് എവിടെയോ? ലഹുവ ഖുർആൻ കരീം. പിന്നെ അതിനെ ഡബിൾ എംഫസൈസ് ആക്കിയപ്പോഴാണ് ഇന്നഹു ഖുർആനുൻ കരീം. അതേപോലെ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത. അപ്പോ അവലിന്റെ കൂടെയുള്ള ലായാണ് എന്ത് ചെയ്തത്? ആഖിറിൽ കൊണ്ടുവച്ചത്. ഇന്ന അവ്വല ബൈത്തിൻ. അപ്പൊ അവിടെ ലാ ഉണ്ടാകുമ്പോഴത്തേക്കല്ല അവ്വലു എന്നായിരിക്കും ഉണ്ടാവുക. കാരണം ലാ എന്തല്ല, അടയാളത്തെ മാറ്റുന്നതല്ല, അടയാളത്തെ മാറ്റുന്നില്ല. ഇവിടെ കണ്ടല്ല സൗത്തുൽ ഹനീർ, ല ബൈത്തുൽ അൻകബൂത്ത്, ല വാഹിദുൻ, അടയാളത്തിനൊന്നും മാറ്റുന്നില്ല. അപ്പൊ ഇവിടെ ഇന്ന ഇല്ലായിരുന്നപ്പോൾ ഇത് ലായാണ് ഉണ്ടായിരുന്നെങ്കിൽ ല അവ്വലു ബൈത്തിൻ വുദിഅ ലിന്നാസി അല്ലദീ ബിബക്കത. ലാ ഇപ്പൊ വന്നതല്ലേ, പിന്നെ വന്നപ്പോഴാണ് ഇന്നയുടെ. അപ്പൊ ഇന്നയുടെ ഖബർ ഏതാണ് നമ്മൾ നോക്കണം. ഇന്ന അവ്വല ബൈത്തിൻ എന്നത് അല്ലെങ്കിൽ നാമവാക്യം എന്താണ്? യഥാർത്ഥത്തിൽ നാമവാക്യം അവ്വലു ബൈത്തിൻ എന്നതാണ് നാമവാക്യം. നാമവാക്യത്തിന്റെ വിവിധ അവ്വലു എന്നതാണ് അതിന്റെ മുബത്തദ. അവലിനെ ബൈത്തിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ് അവ്വലു ബൈത്തിൻ. അവല് ഒന്നാമത്തെ എന്ത്? വീട്ടിലെ ഒന്നാമത്തേത്, അല്ലെങ്കിൽ ഒന്നാമത്തെ വീട്. അപ്പൊ അവലു എന്നതാണ് മുബത്തദ. എന്റെ ഖബർ എന്താണ്? അവൽ എന്താണ്? ഒന്നാമത്തെ ഏതാണ്? അല്ലദീ ബിബക്കത. അല്ലദീ യാതൊന്നാണ് ബിബക്കത, ബക്കയിലുള്ളതായ. ബക്ക എന്ന് പറഞ്ഞാല് മക്ക. മക്കയുടെ പേര് രണ്ട് രീതിയിലും പറഞ്ഞിട്ടുണ്ട് ഖുർആനില്. ഇവിടെ ഇന്ന അവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത എന്ന് പറഞ്ഞു. സൂറത്ത് ഫത്ഹിലാണെന്ന് തോന്നുന്നു ബിബത്നി മക്കത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിബത്നി മക്കത്ത. അപ്പൊ മക്ക എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടായാലും ഗൈർ മുൻസരിഫാണ്, കാരണം താഴെയുള്ള പ്രോപ്പർ നൗൺ ആയതുകൊണ്ട്. അപ്പോ ലാ ഇവിടെ കൊള്ളുന്ന ലാ അവ്വലു ബൈത്തിൻ വുദിഅ ലിന്നാസി അല്ലദീ ബിബക്കത. ഇന്ന വന്നപ്പോൾ എന്തായി? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത. അപ്പൊ തീർച്ചയായും ഒന്നാമത്തെ ഭവനം എന്നതാണ് ആദ്യമേ ഉള്ളത്. ല അവ്വലു ബൈത്തിൻ, തീർച്ചയായും ഒന്നാമത്തെ ഭവനം. അതിന്റെ കൂടെയാണ് ഇന്ന വന്നത് വീണ്ടും. അപ്പൊ തീർച്ചയായും ഒന്നാമത്തെ ഭവനം മക്കയിലുള്ളത് തന്നെയാണ്. ഒന്നാമത്തെ ഭവനത്തെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ലാ വന്നതും ഇന്ന വന്നതും. അപ്പൊ ഇന്ന വന്നപ്പോൾ രണ്ടെണ്ണത്തിന് ഒരുമിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റേ സ്ഥലത്ത് അവിടെ കൊണ്ടുവച്ചെന്ന് മാത്രമേ ഉള്ളൂ.
التاسع قد فاتتك دروس നമ്മൾ കതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. കതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഭാവിയിൽ വരുമ്പോ തീർച്ചയായും മാവയിൽ വരുമ്പോൾ തീർച്ചയായും എന്നുള്ള തഅക്കീദാണ്, എംഫസിസിന് വേണ്ടിയുള്ളതാണ്. മുളാരിയിൽ വരുമ്പോൾ എന്താണെന്നുള്ളത് ഇപ്പൊ ഇവിടെ വിശദീകരിച്ചിരുന്നു വ്യക്തമായിട്ട്. അന്നേരം നമ്മൾ പറഞ്ഞു തഅക്കീദ് അല്ല, അത് പോസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ അയക്കാം എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞു. എന്റെ കറക്റ്റ് ആയിട്ടുള്ള സംഗതി വിശദീകരിക്കാൻ. അത് ഫാത്തത്ക ദുറൂസൻ, അപ്പൊ ഇവിടെ ഫെയില് മാവിയാണ്. അപ്പൊ ഫാത്തത്ക നിനക്ക് പാഴായി, ഫാത്ത എഫൂത്തു പാഴായി. നേരത്തെ പാഠത്തിലുള്ള വാക്കാണ് കോട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ. അത് ഫാത്തത്ക ദുറൂസൻ, പല പാഠങ്ങൾ അല്ലെങ്കിൽ ചില പാഠങ്ങൾ, കുറെ പാഠങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടു. ഇതാ ദഖലത്ത് കത്, കത് പ്രവേശിച്ചാൽ, കത് എന്ന പദം ഹർഫ് പ്രവേശിച്ചാൽ. ഇപ്പൊ ദഖലത്ത് സ്ത്രീലിംഗം ഉപയോഗിക്കാൻ കാരണം കത് എന്ന കലിമത്തിനെ എടുത്തിരിക്കുകയാണ്. അപ്പൊ കലിമത്ത് ആ പദം എന്താണ്? സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. ഞാൻ ദഖലത്ത് കത് അലൽ ഫിഅലിൽ മാവി, ഫിഅലിൽ മാവി, അൽ ഫിഅലിൽ മാവിയിൽ പ്രവേശിച്ചാൽ അഫാദത്ത്, അത് ഫായിദ നൽകും, ഫായിദ നൽകും, പ്രയോജനം നൽകും, അല്ലെങ്കിൽ അത് ആ അവസ്ഥയിലായി തീരും. ഓക്കെ, തഅക്കീദ് അതെന്ത് നൽകും? അഫാദത്ത് തഅക്കീദ്, തഅക്കീദിന്റെ പ്രയോജനം നൽകും, തഅക്കീദിന്റെ ഫലം നൽകും, എംഫസൈസിന്റെ ഫലം നൽകും. എപ്പോഴും ഫേല് മാവിയുടെ കൂടെ വന്നു. നഹ്വ് എന്ന് പറഞ്ഞാൽ പോലെ ഇനി പറയും പ്രകാരം ഖദ് വസലത്തി ത്വാഇറത്തു, ഖദ് വസലത്തി ത്വാഇറത്തു, വസല യസിലു എന്താർത്ഥം? വസല എത്തി, വസല യസിലു എത്തി. അത്വാഇറത്തു aeroplane. അത് വസലത്തി ത്വാഇറത്തു, ഫ്ലൈറ്റ് ഹാസ് അറൈവ്ഡ്, എത്തിക്കഴിഞ്ഞു. അപ്പൊ എന്താണ്? അത് സംശയമൊന്നുമില്ല, തീർച്ചയായും എത്തിക്കഴിഞ്ഞു എന്നാണ്. ഖദ് ഫുതിഹ ബാബുൽ മക്തബത്തി, ഖദ് ഫുതിഹ ബാബുൽ മക്തബത്തി എന്താണ്? ലൈബ്രറിയുടെ വാതിൽ ഓപ്പൺഡ് ആണ്, തുറക്കപ്പെട്ടതാണ്. അപ്പൊ അത് എംഫസൈസ് ചെയ്തിരിക്കുകയാണ്, തുറന്നു എന്നതിന് സംശയമൊന്നുമില്ല, തുറക്കപ്പെട്ടു എന്നതിൽ സംശയമൊന്നുമില്ല. ഇദാ ദഖലത് അലൽ ഫിഅലിൽ മുദാരിഇ, അൽ ഫിഅലിൽ മുദാരിയിലേക്ക് അത് പ്രവേശിച്ചാൽ അഫാദത്ത്, അത് ഫലം നൽകും. ഇതിന് അൽ ഹംസ് ഒന്ന്, അശക്ക് ഡൗട്ട്, ഷക്ക് ഡൗട്ട്, വഹ്തിമാൽ സാധ്യത, ഇഹ്തിമാൽ സാധ്യത, അശക്ക് വൽ ഇഹ്തിമാൽ ഊഹത്തെയോ സംശയത്തെയോ, ഊഹത്തിന്റെയോ സംശയത്തിന്റെയോ ഫലം നൽകും. നഹ്വ് ഇനി പറയും പ്രകാരം ഖദ് യഊദുൽ മുദീറു ഗദൻ, ഖദ് യഊദുൽ മുദീറു ഗദൻ, ഒരു പക്ഷേ ഹെഡ് മാസ്റ്റർ നാളെ മടങ്ങിയേക്കാം. അപ്പോ മടങ്ങാൻ ഇടയുണ്ട് എന്ന സംശയവുമാകാം, അല്ലെങ്കിൽ അങ്ങനെ ഊഹിക്കുന്നു, ഞാനങ്ങനെ ഊഹിക്കുന്നു എന്നും ആകാം. അത് യഊദുൽ മുദീറു ഗദൻ, നാളെ വരാൻ സാധ്യതയുണ്ട്, നാളെ വരും എന്നാണ് ഊഹിക്കപ്പെടുന്നത്. അത് യൻസിൽ മത്തറുൽ യൗമ, ഇന്ന് ഒരുപക്ഷെ മഴ പെയ്തേക്കാം. അത് യൻസിലു, നസല ഇറങ്ങി, യൻസിലു ഇറങ്ങും, നസൽ മത്തറു എന്നാണ് പറയുക, മഴ വർഷിച്ചു. അത് യൻസിൽ മത്തറു, മഴ അല്യോം, ഇന്ന് മഴ വർഷിച്ചേക്കാം. കത് യഅ്തിൽ മുദീറു ഗദൻ,
വിശദീകരണമുണ്ട് ഇവിടെ. ഖദ് യഅ്തിൽ മുദീറു ഗദൻ ഐ യുംകിനു അൻ യഅ്തിയ ഗദൻ. യുംകിനു നമുക്ക് നേരത്തെ പഠിച്ചായിരുന്നു, സാധ്യതയുണ്ട്, ഈസ് പോസിബിൾ. യുംകിനു അൻ യഅ്തിയ വരാൻ സാധ്യതയുണ്ട്, ഗദൻ നാളെ വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഒന്നാമത്തെ എന്താണ്? എ, പാർട്ട് എ, അശ്ശക്ക് വൽ ഇഹ്തിമാൽ, ഊഹം അല്ലെങ്കിൽ സംശയം. അൽബ, അതായത് പാർട്ട് ബി, ഒന്ന് സംശയം അല്ലെങ്കിൽ ഊഹം, 2 തഖ്ലീൽ. തഖ്ലീൽ എന്താ? കല്ല യഖില്ലു, കല്ല ഖലീലുൻ, ഖലീലുൻ കുറച്ച്, കല്ല കുറഞ്ഞു, തഖ്ലീൽ കുറയൽ, കല്ലല കുറച്ചു, തഖ്ലീൽ കുറയ്ക്കൽ കേട്ടോ. ഖദ് യൻജഹു ത്വാലിബുൽ കസ്ലാനു, ഖദ് യൻജഹു ത്വാലിബുൽ കസ്ലാനു എന്ന് പറഞ്ഞാൽ കസ്ലാൻ ആരാണ്? മടിയനായ സ്റ്റുഡന്റ് ജയിക്കും. ഖദ് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഐ അഹ്യാനൻ, അഹ്യാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, അഹ്യാനൻ ചിലപ്പോൾ. യൻജഹു ത്വാലിബു അൽ കസ്ലാനു, ചിലപ്പോൾ മടിയനായ സ്റ്റുഡന്റ് ജയിക്കും. ഇപ്പൊ എന്താണ്? എപ്പോഴും ജയിച്ചു കൊള്ളണമെന്നില്ല, അഹ്യാനൻ ചിലപ്പോൾ മാത്രമാണ്. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ തഖ്ലീലാണ്, കുറയ്ക്കലാണ്, പരിമിതമാക്കലാണ്. അൽ ആശിർ. അപ്പോ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്നെന്താണ്? ഊഹം അല്ലെങ്കിൽ ഡൗട്ട്. 2 ലിമിറ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, റെഡ്യൂസ്, കുറയ്ക്കുക. അടുത്തത് സവു പറഞ്ഞായിരുന്നു. സവു ജാദീദുവിന്റെ എന്താണ്? ബഹുവചനമാണ്, അഥവാ ദൂ എന്നതാണ്. ഇനി നമ്മൾ പറയുമ്പോൾ ദൂ പറഞ്ഞാൽ മതി. നമ്മൾ ഈ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ എന്താണ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുന്നത്? ഹദീസ് പറഞ്ഞിരിക്കുന്നത് അൻസിലിൻ നാസ മനാസിലഹും എന്നാണ്. നമ്മളെ കോഴ്സ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഖുറാനും ഹദീസും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ തയ്യാറാക്കി. അൻസിലിൻ നാസ മനാസിലഹും, ജനങ്ങളുടെ അവസ്ഥയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുക. അഞ്ചിൽ നീ ഇറങ്ങിച്ചെല്ലുക. നാസ് ജനങ്ങളുടെ അടുത്തേക്ക്. ഏത് അവസ്ഥയിൽ? മനാസിലഹും, അവരുടെ അവസ്ഥയിൽ. അപ്പൊ പഠിക്കുന്ന സ്റ്റുഡന്റ് പ്രാഥമിക ഘട്ടത്തിലാകുമ്പോൾ നമ്മൾ അന്നേരം ദൂ എന്നതാണെന്നുള്ള അമ്മ ചെയ്യപ്പെട്ടതാണ്, ദാ എന്നുള്ള 10 ചെയ്യപ്പെട്ടതാണ്, ദീ എന്നുള്ള കസ് ചെയ്യപ്പെട്ടാണെന്ന് പറയേണ്ടായിരിക്കും. ദാദീതും സെയിം മീനിങ് ആണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതിന്റെ ബഹുവചനമാണ് എന്ത്? ജവു. ഖുർബ എന്താണ്? കരീബിന്റെ ബഹുവചനമാണ് ഖുർബ. ഖുർബ ബന്ധുത്വമുള്ളവർ. കരീബ് അടുത്തവൻ, ബന്ധുത്വമുള്ളവൻ. ഖുർബ ബന്ധുത്വമുള്ളവർ. ജവുൽ ഖുർബ ബന്ധുത്വമുള്ളവർ. ദവു ജംഅ ദു, ദുവിന്റെ ബഹുവചനമാണ് ദവു. വയുഅറബു ഇഅറാബൽ ജംഅൽ മുദക്കരി സാലിം. നമ്മൾ മുസ്ലിമൂന എന്ന് പറഞ്ഞതുപോലെ ജന്മ മുദക്കർ സാലിം സുരക്ഷിത പുല്ലിംഗ ബഹുവചനത്തിന്റെ അടയാളങ്ങളാണ് അത് സ്വീകരിക്കുക. യുഅറബു എന്ന് പറഞ്ഞാൽ അടയാളം നൽകപ്പെടും. ഇഅറാബ് അടയാളം നൽകൽ. അൽ ജംഅ ബഹുവചനത്തിന്റെ അൽ മുദക്കരി സാലിം നഹ്വ് ഇനി പറയുന്നത് പോലെ. ഓക്കെ, നമുക്കത് അടുത്ത പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ?
ഈ മഖ്സൂറ എന്ന് പറയുമ്പോ കസർ ചെയ്യപ്പെട്ടത്. അതും കസറും പൊട്ടലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കസറിന് കസറിന് പൊട്ടൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബി എന്ന് പറഞ്ഞപ്പോഴേ ബി ബാക്കി കസറിട്ട് അപ്പൊ എന്ത് ചെയ്തു? ചുണ്ട് പൊട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ചുണ്ട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചത് പൊട്ടി. അപ്പോഴാണ് ബി കസറിടുമ്പോഴത്തേക്കും പൊട്ടലാണ്. ബ എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ആണ്, ഫതഹ്. ബു എന്ന് പറഞ്ഞാല് ലമ്മാണ്, കൂടല്. ലമ്മ എന്ന് പറഞ്ഞാല് കൂട്ടി, ചുണ്ട് കൂട്ടി. അതിനൊക്കെ അർത്ഥം ഉണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അറബി ഭാഷയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ നന്നായി പഠിക്കാനും അതിലൂടെ ഖുർആന്റെ ആഴങ്ങളിലേക്ക് അതിലൂടെ ഇസ്ലാമിക വിജ്ഞാനീയ സാഗരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അല്ല, ഒരുപാട് വിജ്ഞാനങ്ങളുടെ ശേഖരം അറബി ഭാഷയിലുണ്ട്. എല്ലാ വിജ്ഞാനങ്ങളും അറബി ഭാഷയിൽ ഇന്ന് ലഭ്യമാണ്, അന്നും ലഭ്യമായിരുന്നു. വിജ്ഞാന ശേഖരങ്ങൾ അറബി ഭാഷയിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ആ വിജ്ഞാന ശേഖരങ്ങളൊക്കെയും വായിക്കാനും പഠിക്കാനും റെഫർ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്തിരുന്നു? മുസ്ലിങ്ങൾ വളരെ ജനറസ് ആയിരുന്നു. അവര് എന്ത് ചെയ്തിരുന്നു? ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ കൊടുത്തിരുന്നു. വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി വരുന്നവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവർ ഫ്രീ കൊടുത്തിരുന്നു. അങ്ങനെ അവർ വന്ന് പഠിച്ചെന്ത് ചെയ്തു? ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഭാഷയിലേക്ക് മാറ്റുകയും പിന്നീട് അവർ അധിനിവേശം നടത്തുകയും അതിലൂടെ അധിനിവേശത്തിലൂടെ എല്ലാ വിജ്ഞാനങ്ങളെയും നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അറിയപ്പെടുന്നതെല്ലാം ലാറ്റിനിലുണ്ടായിരുന്നു, മറ്റേതെങ്കിലും ഭാഷയിലുണ്ടായിരുന്നു എന്നുള്ള കണക്കുകളാണ്. ഏതായിരുന്നാലും ഇപ്പോഴും ചെയ്തിട്ടുണ്ട്, എല്ലാ സംഗതിയും റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വിജ്ഞാന ശേഖരങ്ങളും അറബി ഭാഷയിൽ ലഭ്യമാണ്. അതിനുമപ്പുറം വേറെ ഒരുപാട് ദീനി ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ ഉണ്ട്. അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത وقنا عذاب النار برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله والسلام عليكم ورحمه الله وبركاته.